പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ചിനാബ് റെയിൽവേ പാലത്തെ പറ്റിയാണ്. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ 2025 ജൂൺ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചിനാബ് റെയിൽവേ പാലം. ഇത് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കും ഇടയിലുള്ള ചിനാബ് നദിക്ക് കുറുകെയാണ്. എവിടെയാണ്? ജമ്മു കാശ്മീർ റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കും ഇടയിലുള്ള ചിനാബ് നദിക്ക് കുറുകെ. പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയാണ്. പ്രധാന സ്റ്റേഷനുകൾ ഏതൊക്കെയാ? കത്ര, ബനിഹാള്, ശ്രീനഗർ, ബാരാമുള്ള എന്നിവയെ ബന്ധിപ്പിക്കുന്നു. ലക്ഷ്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഈ പാലത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കാശ്മീർ താഴ്വര ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി റെയിൽവേ മാർഗം ബന്ധിപ്പിക്കുക എന്നതാണ്. എന്താണ്? കാശ്മീർ താഴ്വര ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി റെയിൽവേ മാർഗം ബന്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ പാലം വരുന്നതോടെ ഖത്തറയ്ക്കും ശ്രീനഗറിനും ഇടയിലുള്ള യാത്രാ സമയം ഏകദേശം 3 മണിക്കൂറിൽ കുറയും. 3 മണിക്കൂറായി കുറയും. ഏകദേശം എത്രയാണ്? ഏകദേശം 3 മണിക്കൂറായി കുറയും. ഇനി ഉയരം. നദീതടത്തിൽ നിന്ന് 359 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. അതായത് 1175 അടിയാണുള്ളത്. അതായത് 359 മീറ്റർ ഉയരം ഈ പാലത്തിനുണ്ട്. നദീതടത്തിൽ നിന്ന് 350 മീറ്റർ ഉയരം. ഇത് പാരീസിലെ ഈഫിൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരം കൂടുതൽ. എന്താണ്? ഈ പാരീസിലെ ഈഫിൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരക്കൂടുതലുണ്ട്. ഇതിന്റെ നീളം 1315 മീറ്ററാണ് ഇതിന്റെ നീളം. 1315 മീറ്റർ. ഇത് രൂപകൽപ്പന എന്ന് പറയുന്നത് ആർച്ച് മാതൃകയുള്ള പാലമാണ് ഇത് കേട്ടോ. ഇത് ആർച്ച് ബ്രിഡ്ജാണിത്. ഇതിൽ 17 സ്പാനുകളാണുള്ളത്. ഇതിന് 17 സ്പാനുകൾ. ആർച്ച് മാതൃകയുള്ള പാലത്തിന് 17 സ്പാനുകളുണ്ട്. നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഏതാണ്? കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് നിർമ്മാണ ചുമതല. ചെലവ് ഏകദേശം 1450 കോടി രൂപയാണ്. 1450 കോടി രൂപ ചെലവാക്കിയാണ് ഇത് പണിതിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏകദേശം 28,000 ടൺ സ്റ്റീലും കോൺക്രീറ്റും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനായി എന്താണ് ഉപയോഗിച്ചത്? ടെക്ല എന്ന സോഫ്റ്റ്വെയർ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നിർമ്മാണത്തിന് മെറ്റീരിയലിനെയും ഇതും മിക്സ് ചെയ്ത് നിർമ്മാണത്തിന് ടെക്ല എന്ന സോഫ്റ്റ്വെയർ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. പാലത്തിന്റെ നിർമ്മാണം ഇരുവശങ്ങളിൽ നിന്നും തുടങ്ങി നടുവിൽ കൂടി ചേർക്കുന്ന രീതിയിലാണ് പൂർത്തിയാക്കുന്നത്. എങ്ങനെയാണ്? പാല നിർമ്മാണം ഇരുവശങ്ങളിൽ നിന്നും തുടങ്ങി നടുവിൽ കൂട്ടിച്ചേർക്കുന്ന രീതിയിലാണ് പൂർത്തിയാക്കുന്നത്. ഈ സംഗമത്തെ ഗോൾഡൻ ജോയിന്റ് എന്ന് വിശേഷിപ്പിക്കും. എന്താണ് ഈ സംഗമത്തെ വിളിക്കുന്നത്? ഗോൾഡൻ ജോയിന്റ്. ഇമ്പോർട്ടന്റ് ആണ്. ഗോൾഡൻ ജോയിന്റ് എന്നാണ് വിളിക്കുന്നത്. ആയുസ് ഏകദേശം 120 വർഷമുണ്ട്. ഇതിന്റെ ആയുസ് പറയുന്നത് എത്ര? 120 വർഷമാണ്. ഇനി പ്രതിരോധ ശേഷി. റിയാക്ടർ സ്കെയിലിൽ 8 വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങളെ ചെറുക്കാൻ കഴിയും. 266 കിലോമീറ്റർ വേഗത്തിൽ വരെയുള്ള കാറ്റിന് പ്രതിരോധിക്കാൻ ശേഷിയുണ്ട്. ഭീകരാക്രമണങ്ങളെ ചെറുക്കാൻ ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട്. -10 ഡിഗ്രി മുതൽ 14 ഡിഗ്രി വരെ, -10 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ, +40 ഡിഗ്രി വരെയുള്ള താപനില വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള സ്റ്റീലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ചില വിദഗ്ധർ ഈ പാലത്തെ എന്താണ് വിളിക്കുന്നത്? എട്ടാം അത്ഭുതം എന്ന് വിളിക്കാറുണ്ട്. എട്ടാം അത്ഭുതം എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ചില വിദഗ്ധർ ഈ പാലത്തെ എന്താണ്? എട്ടാം അത്ഭുതം എന്ന് വിളിക്കാറുണ്ട്. ഈ റെയിൽപാത കാശ്മീർ ടൂറിസം സാമ്പത്തിക മേഖലയെ വികസനത്തിന് വലിയ സംഭാവന നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു.